ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് +1 കമ്പ്യൂട്ടർ സയൻസിലെ ചാപ്റ്റർ 4 ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ വെറും 4 ടോപ്പിക് കൊണ്ട് മൊത്തം ഒന്ന് റിവൈസ് ചെയ്യാൻ പോവാണ്. സോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമ്മൾ 4ാമത് ചാപ്റ്ററിലുള്ള പ്രിൻസിപ്പിൾ ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 4 ടോപ്പിക്കിന്റെ ഉള്ളിൽ ക്ലിയർ ആക്കാം. 4 ടോപ്പിക്കിന്റെ ഉള്ളിൽ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഇതിന്റെ നോട്ട് കാര്യമൊക്കെ വേണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. വൃത്തിയായിട്ട് ആ നോട്ടും കാര്യമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. സോ അടിപൊളിയാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം, നമ്മുടെ പുതിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ലേണിഫൈ ഫ്യൂച്ചർ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അക്കാഡമി എന്ന് പറഞ്ഞ ടാഗ് മാറ്റി ഫ്യൂച്ചർ എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ ഇതിന്റെ ക്ലാസ്സുകളുടെ നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ലിങ്ക് ഫ്രീ ആണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അടുത്തത് കൂടുതൽ വീഡിയോ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഓൾ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതെല്ലാം വെച്ചാൽ 4 ടോപ്പിക്കേ ഉള്ളൂ. അതിലൊന്ന് അപ്രോച്ചും, രണ്ടാമത്തത് ഫേസസ് ഓഫ് പ്രോഗ്രാമിങ്ങും, മൂന്നാമത്തത് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ടും, നാലാമത്തത് പെർഫോമൻസ് ഇവാലുവേഷൻ. അതിലെ തന്നെ ഫസ്റ്റത്തെ കേസ് ഞാൻ എടുക്കുകയാണെങ്കിൽ അപ്രോച്ച് ഞാൻ എടുക്കുകയാണ്. ഒന്നാമത്തെ ടോപ്പിക് ഞാൻ എടുക്കുകയാണ് അപ്രോച്ച്. അപ്രോച്ച് ഞാൻ എടുക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് 2 അപ്രോച്ചുകളാണ് മെയിൻ ആയിട്ട് പഠിക്കാൻ. ഒന്നിനെ ഞാൻ എ എന്ന് വിളിച്ചു, മറ്റൊന്നിനെ ഞാൻ ബി എന്ന് വിളിച്ചു. 2 അപ്രോച്ചാണ് ടോട്ടലായി മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമത്തെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അത് ഒന്നാമത് ടോപ്പാണ്. ടോപ്പ് ഇത് ഓർത്താൽ മതി, ടോപ്പ് ഡൗൺ എന്ന് ഓർക്കുക. ടോപ്പ് ഡൗൺ എ എന്ന ഇതിൽ അപ്രോച്ച് എന്ന് സൂചിപ്പിച്ചാൽ കേട്ടോ. ഓക്കെ, പിന്നെ ബോട്ടം ഡൗൺ അപ്രോച്ച്. ബോട്ടം ഡൗൺ, ഈ എയ്ത്തുകൾ കാര്യമായിട്ട് ബോട്ടം ഡൗൺ അപ്രോച്ച്. അതായത് ഞാനിപ്പം ഓരോന്നും സിംപിളസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ശരിക്കും ഇതിന്റെ ഡെഫിനേഷൻ മൊത്തം പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സോൾവിങ്. ടോപ്പ് ഡൗൺ അപ്രോച്ചിന്റെ ഡെഫിനേഷൻ ആണ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് solving a complex problem by the breaking it down into different tasks and solving each task from main to sub. അതായത് നമ്മുടെ മുമ്പിൽ വലിയ ഒരു ബിഗ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ബിഗ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന്റെ ഡെഫിനേഷൻ ആണ്, വലിയൊരു പ്രോബ്ലം ഉണ്ട്, ബിഗ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ചെറിയ 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 ടാസ്കുകളാക്കി, ചെറിയ ടാസ്കുകളാക്കിയിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്യണം. ചെറിയ പാർട്ടായിട്ട്, നമ്മൾ സബ് പാർട്ടുകളായിട്ട് ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യണം. അതിനെ പറയുന്ന പേരാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയും. വലിയൊരു പ്രോബ്ലം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ചെറിയ പാർട്ട് ആക്കിയിട്ട് മാറ്റുക. അതിനെ പറയുന്ന പേരാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സോൾവിങ് എ കോംപ്ലക്സ് പ്രോബ്ലം ബൈ ദ ബ്രേക്കിംഗ് ഇറ്റ് ഡൗൺ ഇൻ ടു ഡിഫറെന്റ് ടാസ്ക് ആൻഡ് സോൾവിങ് ഈച്ച് ടാസ്ക്. അങ്ങനെ സോൾവ് ചെയ്യണം ഏതൊരു ടാസ്ക് ആണെങ്കിലും ഫ്രം ദ മെയിൻ ടു സബ്. അതാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. അങ്ങനെയെങ്കിൽ ബോട്ടം ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞാലോ, നേരത്തെ പറഞ്ഞ അതേ കാര്യം. അതായത് നേരത്തെ പറഞ്ഞ ഈ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചിനെ നേരെ തിരിച്ച് ചെറിയ പ്രോബ്ലങ്ങളൊക്കെ കൂടി ചേർന്ന് കൂടി ചേർന്നിട്ട് ഉണ്ടാകുന്ന വലിയൊരു പ്രോബ്ലം, ചെറിയ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്ത് നമ്മൾ വരുന്നതാണ് വലിയ പ്രോബ്ലങ്ങളിലേക്ക് എത്തുക. അതാണ് ബോട്ടം ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞത്. ബോട്ടം ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് എ കോംപ്ലക്സ് പ്രോബ്ലം ഇൻ ടു സ്മോളർ സബ് ടാസ്ക് ആൻഡ് സോൾവിങ് ഈച്ച് ടാസ്ക് ഫ്രം ദ സബ് ഓഫ് ദ മെയിൻ. അതായത് ബോട്ടം ഡൗൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ചെറിയ പ്രോബ്ലങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ചെറിയ പ്രോബ്ലങ്ങൾ ഉണ്ട്. ആ പ്രോബ്ലങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വരുന്നതാണ് വലിയൊരു പ്രോബ്ലം ആക്കി മാറ്റുക. അതിനെയാണ് എന്തെന്ന് പറയാം? ബോട്ടം ഡൗൺ അപ്രോച്ച്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് ടോപ്പിക്. അതിൽ ഞാൻ പ്രധാനമായിട്ടും, അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ടോപ്പിക് ഞാൻ ഫേസസിന്റെ കേസ് തരാം. ഫേസസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഫേസസ് ഓഫ് ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗിന്റെ ഓരോ ഫേസുകളെ കുറിച്ചാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഫേസ് ഏതാണെന്നറിയോ? അത് നമുക്കിപ്പം ഒരു ക്ലയന്റ് നമ്മൾ അടുത്തേക്ക് വന്നാൽ ആ ക്ലയന്റ് എന്തെല്ലാം കാര്യങ്ങളാണോ നമുക്ക് തരുന്നത്, അതാണ് ഫസ്റ്റ്. അതായത് പ്രോബ്ലം
ഐഡന്റിഫിക്കേഷൻ എന്ന് പറയും. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. ഒന്നാമത്തേത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. അതാണ് ഒരു ക്ലയന്റ് നമുക്ക് വന്നു പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. പിന്നീടുള്ളത് എന്താ അറിയോ, പ്രിപ്പയർ അൽഗോരിതം ഫ്ലോ ചാർട്ട്. നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രോബ്ലം നമുക്ക് തന്നു, അതിന്റെ ഒരു അൽഗോരിതം നമ്മൾ ക്രിയേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് അതോടൊപ്പം നമുക്ക് ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, ഫ്ലോ ചാർട്ട് നമുക്ക് സെറ്റ് ആണ്. ഫ്ലോ ചാർട്ട് റെഡിയാക്കി. എന്തൊക്കെ ചെയ്തത്, ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗിൽ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. നമ്മളൊരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അതിനുശേഷം അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. രണ്ടാമത് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. മൂന്നാമത്തെ കേസിലേക്ക് വരുമ്പോൾ അവിടെ എന്താ പറയുക, പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, കോഡിങ് ചെയ്യണം അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ചെയ്യണം. യൂസിങ് ലാംഗ്വേജ് PL എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് നമ്മൾ കോഡിങ് ചെയ്യണം. നാലാമത്തെ ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ അത് എന്താണെന്നറിയോ, നമ്മൾ അതിനെ ട്രാൻസ്ലേഷൻ ചെയ്യണം. നമ്മൾ കമ്പ്യൂട്ടറിനുള്ള ഭാഷയല്ലേ, അതിലേക്ക് സീറോസ് ആൻഡ് വൺസിന്റെ ലോകത്തിലേക്ക് അതിനെ ട്രാൻസ്ലേഷൻ. അതാണ് നെക്സ്റ്റ്. ആൻഡ് അഞ്ചാമത്തത് എത്ര ഫേസസ് ഉണ്ട്, 7 ഫേസസ് ഉള്ളൂ കേട്ടോ. അഞ്ചാമത്തത് നമ്മളത് ഡീബഗ് ചെയ്യണം. എന്തെങ്കിലും എററുകൾ ഉണ്ടോ ആ എഴുതിയിട്ടുള്ള പ്രോഗ്രാമിങ്ങിൽ, ഡീബഗിങ്. എന്തെങ്കിലും എററുകൾ ഉണ്ടോ കണ്ടെത്തണം. എന്തെങ്കിലും എറർ ഉണ്ട്, അതിനെ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തണം. അതാണ് ഈ ഒരു ഭാഗം. അടുത്തത് നെക്സ്റ്റ് 6ഉം 7ഉം. ആറാമത്തെ ഫേസ് എന്ന് പറയുമ്പോൾ ഈസിയാണ്. അതെന്താണ്, അത് എക്സിക്യൂഷനും അതേപോലെ ടെസ്റ്റിങ്ങും ആണ്. എക്സിക്യൂഷനും അതേപോലെ ടെസ്റ്റിങ്ങും ആണ്. അങ്ങനെയെങ്കിൽ അവസാനത്തേത് നമ്മൾ എന്തായിരിക്കും, അവസാനത്തെ എല്ലാ കാര്യങ്ങളും, ഒരു ക്ലയന്റ് നമ്മുടെ അടുത്ത് വന്നു, പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, അത് നിർമ്മിക്കാനുള്ള ആൽഗോരിതം ഫ്ലോ ചാർട്ട് നിർമ്മിച്ചു. പിന്നെ നമ്മൾ മെല്ലെ കോഡിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്തു. പിന്നെ അധികം നേരം എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിന്റെ ഭാഷയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. പിന്നെ എന്തെങ്കിലും എറർ ഉണ്ടോ പരിശോധിച്ചു. അങ്ങനെ എക്സിക്യൂഷൻ ടെസ്റ്റ്, നമ്മൾ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവസാനം കൊടുക്കണം അതിന് ഡോക്യുമെന്റേഷൻ. ദാറ്റ് ഈസ് ഓൾ. ഡോക്യുമെന്റേഷൻ ആ ടോപ്പിക് ഈസ് ഓവർ. ഇത് എന്താണെന്നറിയോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം. ഇതും ഈ ഒരു ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ് ചോദിക്കാത്ത വർഷങ്ങളില്ല. ഓക്കെ, ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെയെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് വരാൻ നമ്മൾ പറയുന്നത് എന്നറിയും, അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. മൂന്നാമത്തത് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്? അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് സിമ്പിൾ പറയാം. ശരിക്കും അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അൽഗോരിതത്തിന് ഒരു ഡെഫിനേഷനും ഉണ്ട്, ഫ്ലോ ചാർട്ടിന് ഒരു ഡെഫിനേഷനും ഉണ്ട്. അൽഗോരിതത്തിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ജസ്റ്റ് ഇത്ര ഓർത്താൽ മതി. അൽഗോരിതത്തിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രവർത്തനം. അതാണ് വേർ ഈച്ച് സ്റ്റെപ്പ് റെപ്രസെന്റ് എ സ്പെസിഫിക് ടാസ്ക് ആൻഡ് കാരി ഔട്ട്. അതാണ്, അതായത് ഒരു പ്രോബ്ലം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സോൾവ് ചെയ്യാം, അതാണ് എന്ത് അൽഗോരിതം എന്ന് പറഞ്ഞാൽ. അങ്ങനെയെങ്കിൽ ഫ്ലോ ചാർട്ട് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ, ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ അൽഗോരിതം വിത്ത് സ്പെസിഫിക് സിമ്പിൾ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ആരോസ് ഷോ ഫോളോയിങ് സീക്വൻസ് ഓപ്പറേഷൻ. അതാണ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ദ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ അൽഗോരിതം വിത്ത് സ്പെസിഫിക് സിമ്പിൾ, കുറച്ച് സ്പെസിഫിക് സിമ്പിൾ ഒക്കെ വെച്ചിട്ട് ഒരു പിക്ചോറൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട സിമ്പലുകൾ ഏതാണെന്ന് അറിയണം. പ്രധാനമായിട്ടും അറിയേണ്ട സിമ്പലുകൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണത്, പഠിച്ചു വെച്ചിരിക്കണം. ഒന്നാമത്തെ സിമ്പൽ ഏതാണെന്നറിയോ, ഒരു ഇങ്ങനെയുള്ള ഒരു സിമ്പൽ, ഒരു സർക്കിളാ പോലെ ഷേപ്പ്. ഇതെന്താണ്, ഇതെന്തിനാ യൂസ് ചെയ്യാൻ അറിയോ, ഇത് ഒന്നെങ്കിൽ സ്റ്റാർട്ടിന് അല്ലെങ്കിൽ സ്റ്റോപ്പിന്, റൗണ്ടഡ് സിമ്പിൾ എന്നൊക്കെ പറയുന്നത് സ്റ്റോപ്പ്.
ഇതിനാണ് ഇത് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ കറക്റ്റ് റെക്ടാങ്കിൾ ഇല്ലേ, റെക്ടാങ്കിൾ ആയിട്ടുള്ള ഭാഗം അതെന്തിനാ യൂസ് ചെയ്യുക? റെക്ടാങ്കിൾ അത് എന്തെങ്കിലും ഒരു കാര്യം പ്രോസസ്സ് ചെയ്യാനാണ് യൂസ് ചെയ്യുക. പ്രോസസ്സ് ചെയ്യാനാണ്, അല്ലെങ്കിൽ കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യും. ഒന്നെങ്കിൽ പ്രോസസ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ. അങ്ങനെയെങ്കിൽ പിന്നെ അടുത്തത് പാരലലോഗ്രാമില്ലേ, അത് എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ അത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻപുട്ട് ചെയ്യാൻ ചെയ്യും. എന്താണ്? ഇൻപുട്ട് ചെയ്യാൻ ചെയ്യും, അല്ലെങ്കിൽ ഔട്ട്പുട്ട്. ഇത് പഠിച്ചാൽ മതി, ഈ കാര്യം പഠിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഒരു റോംബസ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഉണ്ട് മച്ചാ. ഒരു റോംബസ് എന്ന് പറഞ്ഞ സിമ്പിൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന റോംബസ്. ഈ റോംബസ് എന്താണെന്ന് വെച്ചാൽ അതൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഒരു ഡിസിഷന് വേണ്ടിയിട്ടാണ് റോംബസ് യൂസ് ചെയ്യുക. ഒരു സർക്കിൾ ഉണ്ട്, സർക്കിൾ എന്താണ്? സ്റ്റോപ്പ് ചെയ്യാനല്ല, ഒരു കണക്ടറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അവസാനം ആരോസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡയറക്ഷൻ മനസ്സിലാക്കുക. ഓക്കെ, ഡയറക്ഷൻ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. എന്ത് ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അൽഗോരിതം ഫ്ലോ ചാർട്ടിന്റെ ഡെഫിനേഷൻ പറഞ്ഞു, പിന്നെ അതിന്റെ സിമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ മെയിൻ ആയിട്ട് എന്താ സംഭവിക്കാറും, നമ്മൾ ഓരോ സിമ്പിളുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തു. അതായത് സിമ്പിൾ ഓഫ് ഫ്ലോ ചാർട്ടിലെ സിമ്പിൾ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനുള്ള സിമ്പിൾ കൊടുത്തു, പ്രോസസ് ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതും കൊടുത്തു, ഒരാൾ യൂസർ ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനുള്ള സിമ്പിൾ കൊടുത്തു, ഡിസിഷൻ എടുക്കാനുള്ള റോംബസ് കൊടുത്തു, കണക്ടർ ചെയ്യാനുള്ള സർക്കിൾ കൊടുത്തു, ഡയറക്ഷൻ കാണിക്കാനുള്ള ആരോസ് കൊടുത്തു. ഇതൊക്കെ കൊടുത്താലുള്ള ഉപകാരം എന്താ വെച്ചാൽ നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ടിന്റെ അഡ്വാൻറ്റേജുകൾ എന്താണെന്ന് ചോദിച്ചാണെങ്കിൽ മെയിൻ ആയിട്ട് ഒന്നാമത്തെ എന്താ അറിയോ, അത് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. നമുക്കൊരു ക്ലയന്റുമായിട്ട് ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യത്തെ കൊണ്ട്. പിന്നെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം ഉപയോഗിച്ച് എഫക്റ്റീവ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് വളരെ അടിപൊളിയായിട്ട് എഫക്റ്റീവ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ എഫക്റ്റീവ് സിന്തസിസ്, നമുക്കത് എഫക്റ്റീവായിട്ട് സിന്തസിസ് ചെയ്യാനും പറ്റും. അതേപോലെ എഫക്റ്റീവ് കോഡിങ്ങിൽ നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് കോഡിങ് ചെയ്യാനും പറ്റും. അടിപൊളിയായിട്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആ ഒരു കാര്യമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് ആൽഗോരിതം എഴുതാനും ഫ്ലോ ചാർട്ട് പഠിക്കാൻ നമുക്ക് നെക്സ്റ്റ് പാർട്ട് ചെയ്യാം. ഇനി അവസാനത്തെ ടോപ്പിക് പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഭാഗം. പെർഫോമൻസ് ഇവാലുവേഷൻ അവസാനത്തെ 4ാമത്തെ ടോപ്പിക് ആണിത്. പെർഫോമൻസ് ഇവാലുവേഷൻ 4ാമത്തെ ടോപ്പിക് അവസാനം. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഈ ഒരു കാര്യം കഴിഞ്ഞു. 4ാമത്തത് പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് ആൻ അൽഗോരിതം. അതാണ് പറയുന്നത്, പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് ആൻ. മെയിൻ ആയിട്ട് ഞാനിപ്പോ രണ്ട് അൽഗോരിതംസ് ഞാൻ ഇവിടെ എഴുതാം. ഒന്നാമത്തെ അൽഗോരിതം എന്ത് കാണാൻ അറിയോ, സമ്മും അതേപോലെ സമ്മും ആവറേജ് ഒപ്പരം കാണാനുള്ളതാണ് നമ്മൾ എഴുതുക. ഒരു അൽഗോരിതം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാക്സിമം സ്പീഡ് ആയിട്ട് നമുക്ക് ചെയ്യണം. ഒരു അൽഗോരിതം ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അൽഗോരിതം നമ്പർ 1, അൽഗോരിതം നമ്പർ 2. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മളൊരു അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതെന്താകണം, തുടങ്ങണം. ചാർട്ട് ഇല്ലാതെ ഒരു പരിപാടിയില്ല. രണ്ടാമത്തത് ഇതൊക്കെ എങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് നമ്മൾ പറയൂ കേട്ടോ, ആവശ്യത്തിന് കമന്റ്. അടുത്തത് ഇൻപുട്ട് ചെയ്യണം ഒരു 3 നമ്പർ അല്ലെ, ഇൻപുട്ട് ചെയ്യണം. ഇൻപുട്ട് ഒരു 3 നമ്പർ A, B, C കൊടുക്കാൻ. കാരണം യൂസർ കൊടുക്കുന്ന നമ്പർ ചിലപ്പോൾ 10 ആവും 100 ആവും, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ABC എടുക്കും. ഓക്കെ, പിന്നീട് സമ്മ് കാണണം. ആദ്യം ഇതിന്റെ സമ്മ് കാണണം, ഈക്വൽ ടു A പ്ലസ് B പ്ലസ് C. എയും ബിയും സിയും കൂടി കൂട്ടി അതിന്റെ സമ്മ് കിട്ടും. പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് ആവറേജ് കാണാൻ, AVG കാണാൻ. ഒറ്റ അൽഗോരിതത്തിൽ 2 കാര്യങ്ങൾ. അതിൽ A പ്ലസ് B പ്ലസ് C ഡിവൈഡഡ് ബൈ 3. ഇതാണ് ഇതിന്റെ ആവറേജ്. ഇത്രയും കാര്യം കിട്ടിയാൽ നമുക്ക് 5ാമത്തെ സ്റ്റെപ്പിലേക്ക് വരാം. അത് പ്രിന്റ് ചെയ്യാം. ഈ ഒരു കാര്യത്തെ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് സമ്മും അതേപോലെ AVG ആൻഡ് 6ാമത് സ്റ്റോപ്പ്, നിർത്താം. ഇതാണ് നമ്മൾ 1ാമത്തെ ഒരു ടൈപ്പ് അൽഗോരിതം. പക്ഷെങ്കിൽ അടുത്തതുണ്ട് 2ാമത്തെ സൈസ് അൽഗോരിതം ഉണ്ട്. അതെന്താ അറിയോ, അവിടെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു.
വേറെ മാറ്റങ്ങളൊന്നും വരുത്താനൊന്നുമില്ല. ഇവിടെ ഈ ഒരു ആവറേജ് കാണാനുള്ള ഭാഗത്ത് ഇത് പെർഫോമൻസ് എന്നാൽ ഏത് അൽഗോരിതത്തിനാണോ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുക, അതാണ് ഇവിടെ ആവറേജ് കാണാൻ. സമ്മ് ഡിവൈഡഡ് ബൈ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ മെയിൻ ആയിട്ട് മാറിയ ഭാഗം ഏതാണെന്നറിയോ? ഈ ഒരു ഭാഗം, ആവറേജിന്റെ ഭാഗം പ്രധാനമായിട്ടും. ഇതിലൊരു കോപ്പി എടുത്ത് നോക്കാം, അതാകുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതായത് ഇവിടെ പ്രധാനമായിട്ട് മാറിയത് ആവറേജ് എന്ന് പറയുന്ന ഭാഗമാണ്. കാരണം എന്താ? അതായത് ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അതിൽ യൂസർ ഇൻപുട്ട് ചെയ്തു, എയും ബിയും സിയും ഇൻപുട്ട് ചെയ്തു. അതിൽ നമുക്ക് സമ്മ് കിട്ടണമെങ്കിൽ എയും ബിയും സിയും കൂടി കൂട്ടി നമുക്ക് സമ്മ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആവറേജ് കാണാൻ പിന്നെയും അതിന്റെ സമ്മ് കാണണോ? ABCD കാണണ്ട, നേരെ മറിച്ച്. അപ്പൊ അതൊരു ഫാസ്റ്റ് കുറഞ്ഞതാണ്. പക്ഷെ ഇവിടേക്ക് വരുമ്പോ ഇതിന്റെ സമ്മ്, ആ സമ്മിനോട് കിട്ടിയിട്ടുള്ള A+B+C ആ ഒരു സമ്മിനോട് നമ്മൾ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. അപ്പൊ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പം നിങ്ങൾ അവിടെ എഴുതി വെക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ബെസ്റ്റ് അൽഗോരിതം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബെസ്റ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് ആൻ അൽഗോരിതം എന്നാണ് 2 ഫാക്ടർ ആണുള്ളത്. 2 ഫാക്ടേഴ്സ് ആണ്. ഇതുകൂടി കഴിഞ്ഞു. 2 ഫാക്ടർ ആണ് മെയിൻ ആയിട്ട് റീസൺ ആയിട്ടുള്ളത്, ഫാക്ടർ ആണുള്ളത്. അതിൽ ഒന്നാമത്തത് ടൈം, രണ്ടാമത്തത് സ്പേസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പെർഫോമൻസ് ഇവാലുവേഷന്റെ കേസിൽ വരുന്നത്. അതേപോലെ ഇതിന്റെ ഒറ്റൊരു ഭാഗം കൂടിയുണ്ട്. അതിൽ ഏതാണ് ബെസ്റ്റ് അൽഗോരിതം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇറ്റ് റിക്വയർ ലെസ് എമൗണ്ട് ഓഫ് മെമ്മറി ആൻഡ് എക്സിസ്റ്റഡ് ഫാസ്റ്റർ. ഇത്ര ചെയ്യാനുള്ളൂ. ലെസ് എമൗണ്ട്, ഈ ഒരു പോയിന്റ് ആഡ് ചെയ്താൽ ലെസ് എമൗണ്ട്, ഏറ്റവും കുറഞ്ഞ ലെസ് എമൗണ്ട് ഓഫ് മെമ്മറി, ഏറ്റവും കുറഞ്ഞ മെമ്മറി ഏതാണോ അതേപോലെ ലെസ് എമൗണ്ട് ഓഫ് മെമ്മറി, അതേപോലെ പിന്നെ ഒന്നുകൂടി ആഡ് ചെയ്യാനുള്ളത് ആൻഡ് എക്സിസ്റ്റഡ് ഫാസ്റ്റർ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു ചാപ്റ്റർ മെയിൻ ആയിട്ട് പഠിക്കാൻ. 4 ടോപ്പിക് ഉണ്ട്, ആ ചാപ്റ്റർ മൊത്തം റിവൈസ് ചെയ്തു പോയി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്, പ്രിൻസിപ്പിൾ ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എല്ലാവർക്കും അടിപൊളിയായിട്ട് പഠിക്കാം. താങ്ക് യു.